എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഏവറേജ് പോലും പറയാൻ പറ്റാത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഒരു എന്താ പറയാ ഫസ്റ്റ് പൊട്ടപ്പടം, ഒരു തല്ലിപ്പൊളി പടമാണ് ഈ മമ്മൂട്ടി കമ്പനിയിലൂടെ വന്നത്. നമ്മളൊരു മാസം മൂവി പിന്നെ ഒരു മമ്മൂട്ടി കമ്പനി ആ ലെവലിൽ ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് വന്നൊരു പടമാണ്. പക്ഷെ അതിന്റെ അകലത്തെത്തിയില്ല. ഒരു തല്ലിപ്പൊളി പടം, ഒരു വളരെ ലാഗോടെ കൊണ്ടുപോയി അവസാനം നമ്മൾ ഒരു ഇഷ്ടം എന്ന് പ്രതീക്ഷിച്ചു, അതുപോലും ഇല്ല. ഒരു വലിയതായ ഒരു ഇഷ്ടമൊന്നല്ല, അത് വളരെ മോശം. പടം വളരെ മോശം. കാരണം അഭിപ്രായം ജെന്യൂനായിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സിനിമ ആവറേജ് പോലും തോന്നുന്നില്ല എനിക്ക്. കാരണം മമ്മൂട്ടി കമ്പനിയിൽ ഇത്രയും നല്ലൊരു മോശം സിനിമ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം മമ്മൂട്ടി ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനമുള്ളതാണ്. 2024 എത്രയും മികച്ച സിനിമകൾ ചെയ്ത ഒരു നടനാണ് അദ്ദേഹം. എങ്ങനെയാണ് ഈ കഥ തെരഞ്ഞെടുത്തതെന്നും ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എന്താണ് പുള്ളിക്ക് പറ്റിയെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ പരിതാപകരമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമ നമ്മൾ പറഞ്ഞാൽ കണ്ടിരിക്കാം, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കണ്ടിരിക്കാന്ന് മാത്രമേ, അല്ലാതെ വലിയ സസ്പെൻസ് അങ്ങനെ വലിയ ട്വിസ്റ്റ് ഇതൊന്നും ഇല്ല. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. അവസാന ക്ലൈമാക്സിലേക്ക് കടന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അനുഭവത്തുണ്ടാക്കി. കാരണം തിയേറ്ററിൽ ഇങ്ങനെ ഒരു സിനിമ അദ്ദേഹം ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയെങ്കിലും അദ്ദേഹത്തിന് നല്ല നടനല്ലേ, ഇത്രയും സിനിമകൾ വിജയിപ്പിച്ചു തോന്നുന്നു. വളരെ വിഷമമുണ്ട്. കാരണം അവർക്ക് എത്ര പ്രതീക്ഷയോടെയാണ് മമ്മൂക്കയുടെ ചിത്രം കാണാൻ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പ്രേക്ഷകനെ നമുക്ക് ഒരു അല്പം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു നമുക്ക്. അത്രയൊക്കെ ഉള്ളൂ. വലിയൊന്നും സംഭവമൊന്നും ഇതിനകത്ത് പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. മമ്മൂട്ടി കമ്പനി ഈ സിനിമ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഇന്റർവ്യൂലൊക്കെ വരെ ഭയങ്കര സ്ലോ ആയിട്ട് പടം പോകുന്നു. നമുക്കൊരു എക്സ്പെക്ടേഷൻ കിട്ടുന്നില്ല പടത്തിൽ. മമ്മൂട്ടിയുടെ അത്രയോ ബാക്കിയുള്ള ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാകുന്നില്ല. എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ എക്സ്പീരിയൻസിലും ആ ഇതിലൊന്നും ബാക്കിയുള്ള ആക്ടേഴ്സ് പുറകെ ഒന്നും ചെല്ലാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നല്ല പടം. എന്ന് വെച്ചാൽ ഒരു അവസാനം അതിന്റെ നന്നായിട്ട് തന്നിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ച് കുഴപ്പമില്ല. പക്ഷെ ഒരു മമ്മൂട്ടിയുടെ എക്സ്പെക്ടേഷൻസിലെ മമ്മൂട്ടിയുടെ അടുത്തൊന്നും ആരും വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് വെച്ച് മമ്മൂട്ടി വെപ്പറിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു പടത്തിനെന്തോ ഒരു സ്ലോ ബേസ് പോലെ.